വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കാർ കരിയർ ഷിപ്സുകളെയാണ്. താരതമ്യേന കുറഞ്ഞ ചിലവിൽ ആയിരക്കണക്കിന് കാറുകളും മറ്റു വാഹനങ്ങളും മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും കോടികൾ വില വരുന്ന കാറുകളും മറ്റും കടലിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കോടികൾ നഷ്ടം വരുത്തിവെച്ച ചില അവിശ്വസനീയമായ സംഭവങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഹൊയേഗ് ഒസാക്ക 2015 ജനുവരി 3 ഈ കാർ കരിയർ ഷിപ്പ് അപകടത്തിൽപ്പെടുന്നത്. ഹൊയേഗ് ഒസാക്ക എന്ന ഈ കപ്പൽ നോർവീജിയൻ കമ്പനിയായിട്ടുള്ള ഹൊയേഗ് ഓട്ടോലൈനേഴ്സ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ തുറമുഖത്തു നിന്നും ജർമ്മനിയിലെ ബ്രെമർഹാവൻ തുറമുഖത്തേക്ക് പോകുന്നതിനിടെയാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നത്. കപ്പലിൽ ക്യാരി ചെയ്യേണ്ട ഭാരത്തേക്കാൾ കൂടുതൽ ഭാരം അൺസ്റ്റേബിളായി കപ്പലിൽ ഉണ്ടായിരുന്നതായി പിന്നീട് കണ്ടെത്തിയിരുന്നു. ഭാരവ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ കപ്പലിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും കപ്പലിന്റെ പ്രൊപ്പല്ലേഴ്സ് പോലും വെള്ളത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന തരത്തിൽ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോവുകയുമായിരുന്നു. ഈ കപ്പലിൽ ബസ്സുകളും കൺസ്ട്രക്ഷൻ വാഹനങ്ങളും റേഞ്ച് റോവേഴ്സ്, റോൾസ് റോയ്സ് തുടങ്ങിയ ലക്ഷറി ആയിട്ടുള്ള കാറുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ആ കപ്പലിൽ 1400ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അപകടത്തിന് ശേഷം കപ്പൽ പൂർണ്ണമായും റെസ്ക്യൂ ചെയ്തെടുക്കുകയായിരുന്നു. റെസ്ക്യൂ ചെയ്ത കപ്പൽ തിരിച്ച് ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടണിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ അപകടത്തിൽ ആർക്കും ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷേ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഇതുവഴി ഹൊയേഗ് ഓട്ടോലൈനേഴ്സിന് സംഭവിച്ചിരുന്നു. MV ഗോൾഡൻ റേ ഇതൊരു സൗത്ത് കൊറിയൻ കാർഗോ ഷിപ്പാണ്. 2017 മുതൽ പ്രവർത്തനം ആരംഭിച്ച ഈ കാർഗോ ഷിപ്പ് കൂടുതലായും വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2019 സെപ്റ്റംബർ 8 ഈ കപ്പൽ വാഹനങ്ങളുമായി പോകവെ ഒരപകടത്തിൽപ്പെടുകയായിരുന്നു. ജോർജിയയിലെ ബ്രുൻസ്വിക് തുറമുഖത്തു നിന്നും മേരിലാൻഡിലെ ബാൾട്ടിമോർ തുറമുഖത്തേക്ക് പോകവെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടം സംഭവിക്കുന്ന സമയത്ത് കപ്പലിൽ 4200ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഹ്യൂണ്ടായി, കിയ, മെർസിഡസ് ബെൻസ്, ലാൻഡ് റോവർ തുടങ്ങിയ ലക്ഷറീസ് ആയിട്ടുള്ള വാഹനങ്ങളും ഉൾപ്പെട്ടിരുന്നു. കപ്പലിന്റെ സ്റ്റിയറിംഗ് സിസ്റ്റം ഫെയിലിയർ ആയതാണ് അപകടത്തിന്റെ പ്രധാന കാരണം. ജേക്കിൽ ഐലൻഡ് എന്ന ദ്വീപിന്റെ അടുത്തു വെച്ചാണ് കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. അതിനാൽ തന്നെ കപ്പലിലുണ്ടായിരുന്ന 24 ക്രൂ മെമ്പേഴ്സിൽ 20 പേരെയും പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ബാക്കി 4 പേർ കപ്പലിന്റെ അകത്തു തന്നെ കുടുങ്ങിപ്പോവുകയായിരുന്നു. ആ 4 പേരെ പിന്നീട് കപ്പലിന്റെ അടിഭാഗം കട്ട് ചെയ്ത് പുറത്തെടുക്കുകയാണ് ചെയ്തത്. ദ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അഥവാ NTSBയുടെ കണ്ടെത്തൽ പ്രകാരം സ്റ്റിയറിംഗ് സിസ്റ്റം ഫെയിലിയറിന് പുറമെ കപ്പലിന്റെ സീനിയർ ഓഫീസർക്ക് സ്റ്റെബിലിറ്റി കാൽക്കുലേഷനിൽ വന്ന പിഴവും അപകടത്തിന് കാരണമായിരുന്നു. കപ്പലിനുള്ളിലെ വാഹനങ്ങളിൽ പലതും ഭാഗികമായോ മറ്റോ ഡാമേജ് ആയിരുന്നു. കൂടാതെ കപ്പലിനകത്തെ ഇന്ധനവും മറ്റു കെമിക്കൽസും വെള്ളത്തിൽ ലീക്കാവുകയും ചെയ്തിരുന്നു. ശേഷം റെസ്ക്യൂ ചെയ്തെടുത്ത ഈ കപ്പൽ 2020 ഡിസ്പോസലിന് വേണ്ടി കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. കൂഗർ എയ്സ് 5000 വാഹനങ്ങളെ വരെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരു സിംഗപ്പൂരിയൻ കാർഗോ ഷിപ്പാണ് കൂഗർ എയ്സ്. എന്നാൽ ഈ കപ്പൽ 2006 ജൂലൈ 23 ജപ്പാനിലെ നഗോയ തുറമുഖത്തു നിന്നും കാനഡയിലെ വാൻകൂവർ തുറമുഖത്തേക്ക് പോകവെ അപകടത്തിൽപ്പെടുകയായിരുന്നു. ജപ്പാനീസ് കമ്പനിയായ മാസ്ദ എന്ന കമ്പനിയുടെ 4700ഓളം വരുന്ന ബ്രാൻഡ് ന്യൂ വെഹിക്കിളുകളായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. അലാസ്കയിലെ അലൂഷ്യൻ ഐലൻഡിനടുത്തു വെച്ച് ടെക്നിക്കൽ എറർ കാരണം കപ്പൽ ഒരു വശത്തേക്ക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് ചെരിയുകയായിരുന്നു. റെസ്ക്യൂ ഓപ്പറേഷൻ പെട്ടെന്ന് നടന്നുവെങ്കിലും കപ്പൽ പൂർണ്ണമായും റെസ്ക്യൂ ചെയ്തെടുക്കാൻ അപ്പോൾ സാധിച്ചിരുന്നില്ല. US നേവിയും കോസ്റ്റ് ഗാർഡ്സ് അടക്കമുള്ള റെസ്ക്യൂ ടീം ചേർന്ന് കപ്പലിലെ 23 ക്രൂ മെമ്പേഴ്സിനെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. ഏകദേശം 1 മാസത്തോളം സമയമെടുത്താണ് കപ്പൽ പൂർണ്ണമായി സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ റെസ്ക്യൂ ടീമിന് സാധിച്ചത്. ശേഷം തുടർന്നുള്ള ഇൻസ്പെക്ഷന് വേണ്ടി അലാസ്കയിലെ ഡച്ച് ഹാർബറിലേക്ക് കപ്പൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. $103 മില്യൺ നാശനഷ്ടമാണ് ഈ ആക്സിഡന്റ് മൂലം കമ്പനിക്ക് സംഭവിച്ചത്. അതായത് ഇപ്പോഴത്തെ ഏകദേശം 865 കോടിയോളം രൂപ നഷ്ടം. ഫെലിസിറ്റി എയ്സ് 2022 ഫെബ്രുവരിയിലാണ് മിറ്റ്സൂയി OSK എന്ന കമ്പനിയുടെ കീഴിലുള്ള
ഫെലിസിറ്റി എയ്സ് എന്ന കാർഗോ ഷിപ്പ് അപകടത്തിൽപ്പെടുന്നത്. ഫെബ്രുവരി 16-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഈ കപ്പലിന് തീപിടിക്കുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 22 ക്രൂ മെമ്പേഴ്സിനെയും പെട്ടെന്ന് തന്നെ റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും ആ കപ്പലിനെ റെസ്ക്യൂ ചെയ്തെടുക്കാൻ കമ്പനിക്ക് സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ മാർച്ച് 1-ഓടെ ഈ കപ്പൽ കടലിലേക്ക് പൂർണ്ണമായി മുങ്ങിപ്പോവുകയായിരുന്നു. കപ്പൽ മുങ്ങുമ്പോൾ കപ്പലിൽ കോടിക്കണക്കിന് വില വരുന്ന ലക്ഷറി കാറുകളും ഉണ്ടായിരുന്നു. അതായത് 60,000 ടണ്ണോളമായിരുന്നു കപ്പലിന്റെ ഭാരം. കപ്പലിൽ പോർഷെ, ഓഡി, വോൾസ്വാഗൺ, ബെൻലി, ലംബോർഗിനി തുടങ്ങി 4000-ഓളം കാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും വലിയ ആക്സിഡന്റ് കാരണം $334 മില്യൺ മുതൽ $401 മില്യൺ നാശനഷ്ടമാണ് കമ്പനിക്ക് നേരിടേണ്ടി വന്നത്. അതായത് 3300-ഓളം കോടി രൂപയുടെ നഷ്ടം. കപ്പലിലുണ്ടായിരുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിൽ വന്ന ബാറ്ററി തകരാർ മൂലമാണ് കപ്പലിന് തീപിടിച്ചതെന്നാണ് നിഗമനം. ഈ സംഭവത്തെ തുടർന്ന് ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ കാര്യമായ നഷ്ടം സംഭവിച്ചിരുന്നു. MV ബാൾട്ടിക് കേസ് 2012 ഡിസംബർ 5-ന് നോർത്ത് സീയിൽ വെച്ചാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. കാർ കരിയർ ഷിപ്പായിരുന്ന MV ബാൾട്ടിക് കേസ് കോർവസ് ജെ എന്ന ഒരു കണ്ടെയ്നർ കപ്പലുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. നെതർലാൻഡ് തുറമുഖത്ത് നിന്നും വെറും 25 കിലോമീറ്റർ മാത്രം അകലെ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത്. യൂറോ മറൈൻ ലോജിസ്റ്റിക്സ് ആയിരുന്നു MV ബാൾട്ടിക് എയ്സ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ബെൽജിയത്തിലെ സീബ്രഗ് തുറമുഖത്ത് നിന്നും ഫിൻലാൻഡിലെ കൊട്ക തുറമുഖത്തേക്കായിരുന്നു കപ്പലിന്റെ യാത്ര. കപ്പലിൽ 1400-ഓളം വരുന്ന മിറ്റ്സുബിഷിയുടെ കാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപകടം നടന്ന് 15 മിനിറ്റുകൾ കൊണ്ട് തന്നെ ബാൾട്ടിക് എയ്സ് കടലിലേക്ക് പൂർണ്ണമായി മുങ്ങുകയായിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് റെസ്ക്യൂ അത്ര എഫക്റ്റീവായി നടന്നിരുന്നില്ല. അതിനാൽ തന്നെ 24 ക്രൂ മെമ്പേഴ്സിൽ 13 പേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നുള്ളൂ. ബാക്കി വന്ന 5 പേർ മരണപ്പെടുകയും 6 പേരെ കാണാതാവുകയും ചെയ്യുകയായിരുന്നു. കൂടാതെ ഈ കപ്പൽ മുങ്ങിയത് കടലിന്റെ 35 മീറ്റർ മാത്രം ആഴത്തിലായിരുന്നു. അതിനാൽ തന്നെ ഈ ഭാഗത്തുകൂടെ മറ്റു കപ്പലുകൾക്കൊന്നും ഈ സംഭവത്തിന് ശേഷം ട്രാവൽ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ 2014-ൽ റോയൽ ബോസ്കലിസ് എന്ന ഡച്ച് കമ്പനി കടലിലേക്കിറങ്ങി ഈ കപ്പലിനെ 8 പീസുകളാക്കി മുറിക്കുകയും ശേഷം ഓരോ പീസുകളെയും ഡിസ്പോസൽ ചെയ്യാനായി ഡച്ച് തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. കനത്ത ഫിനാൻഷ്യൽ ലോസുകൾക്ക് പുറമെ കമ്പനിയുടെ ജീവനക്കാരുടെ ജീവഹാനിക്കും ഈ ദുരന്തം ഒരു കാരണമായി മാറി. സിൻസെറിറ്റി എയ്സ് 2018-ന്റെ അവസാനത്തോടുകൂടിയാണ് ഈ കപ്പൽ ദുരന്തം സംഭവിക്കുന്നത്. കാർ കരിയർ ഷിപ്പായ ഈ കപ്പൽ ജപ്പാനിലെ യോക്കോഹോമയിൽ നിന്നും ഹൊണോലുലുവിലേക്കുള്ള യാത്രാമധ്യേ ഡിസംബർ 31-ന് ഒരു തീപിടുത്തത്തിൽ അകപ്പെടുകയായിരുന്നു. കപ്പലിൽ രൂപം കൊണ്ട തീ കപ്പലിലുണ്ടായിരുന്ന 3500-ഓളം വരുന്ന നിസാൻ കാറുകളെ കരിച്ചു കളയുകയായിരുന്നു. പസഫിക് സമുദ്രത്തിന്റെ മധ്യ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അതിനാൽ തന്നെ റെസ്ക്യൂ ഓപ്പറേഷനും വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 21 ക്രൂ മെമ്പേഴ്സിൽ 16 പേരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ബാക്കി വന്ന 4 പേർ മരണപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്യുകയായിരുന്നു. കപ്പലിൽ 6400-ഓളം വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എന്താണ് കപ്പലിന് തീപിടിക്കാൻ കാരണമായതെന്ന് ഇതുവരെയും വ്യക്തമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.